മൂന്നാം ഭരണം ഉറപ്പാക്കാനുള്ള CPM കരുനീക്കം വിശ്വാസി സമൂഹത്തെ ചേർത്തു നിർത്തുന്നതിലേക്ക് നീങ്ങുകയാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് സുല്ല് പറഞ്ഞിരിക്കുകയാണ് പാർട്ടി. ലക്ഷ്യം വോട്ട് തന്നെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള CPMന്റെ നിലപാടുമാറ്റം ഇതിന്റെ ഭാഗമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 20-ന് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ SNDP യോഗവും NSSും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളെയും ഭാഗമാക്കുക വഴി വോട്ട് ബാങ്ക് പ്രബലമാക്കാനാവും എന്നാണ് നിരീക്ഷണം. അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണെങ്കിലും അതിന്റെ രാഷ്ട്രീയ സ്കെച്ച് തയ്യാറാവുന്നത് പാർട്ടി അണിയറയിലാണ്. UDFനെയും BJPയെയും പ്രതിരോധത്തിലാക്കുകയാണ് ലക്ഷ്യം. CPM എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്ത്രീ പ്രവേശന വിഷയത്തിൽ കോടതിയിൽ തിരുത്തൽ നടപടികളിലേക്ക് ദേവസ്വം ബോർഡും കടക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിഞ്ഞതിനാലാണ് സംഗമവുമായി സഹകരിക്കേണ്ടതില്ലെന്ന് UDF തീരുമാനിച്ചത്. CPMന്റെ നട്ടെല്ലായ ഈഴവ സമുദായത്തിൽ നിന്ന് സമീപകാലത്തുണ്ടായ വോട്ടുചോർച്ച തടയേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. ശബരിമല യുവതീ പ്രവേശന വിവാദകാലത്ത് BJPയുമായി കൈകോർത്ത NSSുമായി CPM അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. കുറച്ചുനാൾ മുൻപ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അപകടത്തെ തുടർന്ന് പെരുന്ന ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സന്ദർശിച്ചത് ഈ അകൽച്ച കുറയ്ക്കാൻ നിമിത്തമായി.